സുധിയുടെ സംസാരത്തിൽ സംശയം തോന്നുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് സുധിയുടെ ഷട്ടിൽ സാമ്പാറിന്റെ മണമാണെന്ന് ശ്രുതി പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞ് സുധി ഒരുവിധം രക്ഷപ്പെടുന്നു. പിന്നീട് സച്ചിനെ പറ്റി ഓർത്ത് വിഷമിക്കുന്ന കൂട്ടുകാരെ കാണിക്കുന്നു. ഇതേസമയം ഓട്ടോയുമായി സച്ചി അവിടെ എത്തുകയും ഇനി മുതൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തീരുമാനിച്ചു എന്നും പറയുന്നു. ഇത് കേട്ട് വിഷമിക്കുന്ന കൂട്ടുകാരെ സച്ചി ആശ്വസിപ്പിക്കുകയും എന്ത് ജോലി ചെയ്യാനും എനിക്കൊരു മടിയില്ലെന്ന് പറയുന്നു. ശേഷം അച്ഛനും രേവതിയും ഇത് അറിയരുതെന്നും കാറ് വർക്ക്ഷോപ്പിലാണെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നതെന്നും സച്ചി മഹേഷിനോട് പറയുന്നു. പിന്നീട് സുധി ജോലി ചെയ്യുന്ന ഹോട്ടലിലെ സപ്ലയർക്ക് വയറുവേദന എടുക്കുന്നതിനെ തുടർന്ന് ടേബിളിൽ സാമ്പാർ കൊടുക്കാനായി സുധീനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് പോകുന്ന വഴിക്ക് ഒരാൾ വന്ന് തട്ടുന്നതോടെ സുധിയുടെ കയ്യിലിരിക്കുന്ന സാമ്പാർ മറിഞ്ഞ് ഒരു കസ്റ്റമറുടെ ദേഹത്ത് വീഴുന്നു. ശേഷം കസ്റ്റമറും സുധിയും തമ്മിൽ വഴക്കുണ്ടാകുന്നതിനെ തുടർന്ന് ഹോട്ടലിന്റെ ഓണർ സുധീനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുന്നു. തുടർന്ന് സുധി ഓണറുമായി വഴക്കുണ്ടാക്കുകയും എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ഈ ഹോട്ടൽ വാങ്ങുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സുധി ജോലി പോയ വിവരം ശ്രുതിയോട് പറയുന്നു. ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും സുധിയോട് ദേഷ്യപ്പെടുകയും സുധി ഒരു മടിയനാണെന്നും ഇന്നുവരെ സുധീനെ കൊണ്ട് എനിക്ക് 100 രൂപയുടെ പ്രയോജനം പോലും ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു. ഇത് കേട്ട് സുധിക്ക് ദേഷ്യം വരുന്നു. തുടർന്ന് സച്ചി ഇതറിഞ്ഞാൽ പിന്നെ അവൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റില്ലെന്നും അവൻ നമ്മളെ അപമാനിക്കുമെന്നും ശ്രുതി പറയുന്നു. ശേഷം ജോലി പോയ വിവരം ആരോടും പറയരുതെന്നും ഉടനെ തന്നെ ഞാനൊരു ജോലി കണ്ടെത്തിക്കൊള്ളാമെന്നും ശ്രുതി പറയുമ്പോൾ ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ലക്ഷ്മിയമ്മയും ദേവും സച്ചിയുടെ വീട്ടിലെത്തുന്നു. തുടർന്ന് അവരെ കണ്ട് അവിടെ നിന്നും പോകാനൊരുങ്ങുന്ന ചന്ദ്രമതിയോട് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു. തുടർന്ന് ശരത്തിനെ തിരക്കുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.